തള്ളെന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം? ഈ പ്രായത്തിൽ അങ്ങനെയുള്ളൂ ഉണ്ടാവുമായിരിക്കും. ചേട്ടാ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് ബാബു എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും. നിങ്ങൾ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ എന്റെ ദൈവം പോയിക്കും. ഞാൻ ഉണ്ണീന്ന് വിളിക്കും. എന്നത് ഉണ്ണി എന്തേ കാണിക്കുന്നത്? നാണം കൊണ്ട കളം വരയ്ക്കുക. കളം വരത്തെ പോലെ ഉടുക്കൂട്ടും പാട്ടുകൊണ്ടാ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ മസാല ദോശ അത് പറഞ്ഞപ്പോ തന്നെ യാത്ര തുടങ്ങി. ഇനി ഞാൻ വായിട്ട് ഗുളിക മേടിക്കാൻ പോണം. അത് ഈ അടങ്ങി വെക്കുമ്പോൾ നിന്നാ മതി. 1 4 3 കൊച്ചിയാളോന്ന് അറിഞ്ഞൂടാ. ആ കടയിൽ പിടിക്കുന്ന പ്രായത്തിൽ പാല കുടിക്കും. പകുതി കുടിച്ചിട്ട് പകുതി താ. എന്നെ കൊന്നതല്ല, ഒരുപാട് ഗുളിക കഴിക്കണല്ലേ. ഒറ്റ കുടിച്ചു എനിക്ക് വേണ്ട. 2 അറ്റാക്ക് കഴിഞ്ഞാന്ന് പറഞ്ഞു. കുറെ കുടിച്ചൊന്ന് പേര് ചോദിച്ചാൽ ഇപ്പൊ തന്നെ വിസരിക്കും. നല്ല കളികളൊക്കെ കളിക്കാൻ വലിയ കളിയൊന്നുമല്ല. ഇതൊക്കെ ജീവൻ പറഞ്ഞ പോരാട്ടം നടക്കുന്നത്. ഒരു പാട്ട് പാടി തരുമോ? ഞാനിപ്പോ ഇന്ത്യയിൽ വെച്ച് ഗാനങ്ങളൊക്കെ പോകാനുള്ള പാട്ട് പാടി തരാനായിട്ട്. വേണ്ട. ആദ്യത്തെ കൺമണി ഞാൻ അങ്ങോട്ടല്ല, എന്റെ അച്ഛനും മറ്റേ പുള്ളി കൂടി കെട്ടി വെച്ചതാണ്. ഞാനിവിടെ മാറി നിൽക്കേണ്ട. പിള്ളേര് കേട്ട മഴക്കാലം തവളെന്ന് പറഞ്ഞ് ചാക്കി പിടിച്ചിട്ട് പോകും. ഈ വലുവും വെച്ചോണ്ട എന്റെ ദൈവം. ഉണ്ണിയേട്ടാ എന്താണ്? എനിക്ക് കരിവള വാങ്ങി തരൂ. അയ്യോ, ഈ കയ്യിൽ ഏത് വളയിട്ടാലും കരിവളായിരിക്കും. ഈ സമയത്ത് ഏത് പിശാചാ? എന്റെ ദൈവദൂതന്മാരാ. അയ്യോ, ഇത് ഗവൺമെന്റ് ആശുപത്രിയല്ല. അയ്യോ, ഞങ്ങൾ അറിയുന്നതാ. ഈ സമയത്താണ് അളിയനെന്ന് അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിചയപ്പെടാതെ സൂപ്പർ സ്റ്റാർ മോഹൻലാലൊന്നും അല്ല. അപ്പൊ അളിയ എന്നെ അളിയാന്ന് വിളിക്കുന്നു. അളിയനെ പിന്നെ അളിയാന്നല്ലാണ്ട് പിന്നെ പൊളിയാന്ന് വിളിച്ചാൽ പറ്റും. അളിയ, ഞങ്ങൾ ഈ ചേച്ചി ഉണ്ടല്ലോ. ഇത് ചേച്ചി എന്താണ്ട് പോലെ പൊത്തിട്ട് വന്നേക്കല്ലേ. അപ്പൊ ഈ ചേച്ചി പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല. ആശുപത്രി വീട് വീട് ആശുപത്രിയെ കുറിച്ച് കഴിയുമായിരുന്നു ഇത്ര നാള്. ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് നാണം കെടുത്തല്ലോ. ചേച്ചിക്ക് എന്താ ഈ ഭർത്താവൊക്കെ ഉണ്ടായില്ല. ഇങ്ങോട്ട് വാദിക്കും. ഇപ്പൊ പറഞ്ഞൊന്നും അറിയാം. സമയം കിട്ടുമ്പോ ചേച്ചിനെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ വീരാലാട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിക്കുക. അമലേക്ക് മാറി നിന്നേ. എന്താ പുള്ളിയുടെ പേരല്ല? അമലെ. ആ പിന്നെ അറിയാം, ഞങ്ങൾ ഈ ചേച്ചിയെ അനിയന്റെ കൈകളിൽ ഏൽപ്പിച്ച സംഭവം അത് പറഞ്ഞാൽ പറ്റിയല്ല. പിന്നെ എത്രയും വേണം അനിയൻ ഒരു കാര്യം തീരുമാനിക്കണം. ഞങ്ങൾ 2 പേരെയും കൂടി കല്യാണം കൂടി ഞങ്ങൾ നടത്തി തരണം. അപ്പൊ നിങ്ങളിതുവരെ കെട്ടിയിട്ടില്ലേ? എന്നതാ അനിയൻ ഈ പറയുന്നത്? ചേച്ചിയെ ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്കൊരു ജീവിതമാണ് നീ അമ്മ നീ എടുത്തിരിക്കുമല്ലേ. കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് 2 കുരുവികളുമായിട്ട് ഞങ്ങൾ അടുപ്പത്തിലായിട്ടുണ്ട്. അപ്പൊ അളിയൻ ഈ ഹണിമൂണിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയി എന്റെ കാരണന്മാരൊക്കെ ആയിട്ടൊന്ന് കണ്ട് സംസാരിച്ച് ഒരു കാരണവന്റെ സ്ഥാനത്ത് നിന്ന് അളിയൻ ഇതങ്ങ് നടത്തി തന്നെ പറയാനും കൂടിയാ ഞങ്ങൾ ഇങ്ങ് വന്നത്. അപ്പൊ അഭിഷേകം നമുക്കൊക്കെ പോയാൽ പുള്ളിയുടെ പേരുടെ അഭിഷേകം ഭക്ഷണം കൂടി പോലെ എന്തായാലും നേരം വെക്കാൻ ഇനി